ഭഗവാൻ ഭഗവത് ഗീതയിൽ പാടി സംഭവാമിയുകേ. അമുക്കി തൊടാ അത് തറയ്ക്ക് നോക്കുന്നില്ല. നമ്മുടെ കുടുംബ വീടല്ലേ, കുറച്ച് വൃത്തിയായിട്ട് കിടക്കട്ടെ. അങ്ങനെ നാളെ സൈഡൊക്കെ തൂത്തു വിടത്. നമ്മളെ കുടുംബ വീട് അതൊന്നും എന്താ ഞാനിത് പറഞ്ഞു മടുത്തത്. എന്ത് ഞാൻ കുഞ്ഞുങ്ങളെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എന്റെ കുടുംബ വീടല്ലേ. ഇതൊക്കെ എന്നടാ ഇതൊക്കെ എന്ന് അതിനെപ്പറ്റി സംസാരിക്കാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഒരു കാര്യം പറയാം. ഞാനിവിടെ തൂത്തുകൊണ്ടിരുന്ന സമയത്തെ 2 പ്ലെയിൻ വന്ന് നിന്നാ. പ്ലെയിൻ എന്നിട്ട് ഞാൻ ന്യൂസിലൊന്നും കണ്ടില്ലല്ലോ. ആ പ്ലെയിൻ അല്ല, നോക്ക് ഈ പ്ലെയിൻ കണ്ട. നിങ്ങൾക്ക് നാണല്ലേ നിങ്ങൾക്ക് ഇത്ര പ്രായത്തിൽ കൊച്ചുകാരാണ് പേപ്പർ പെയിൻ വിട്ടു നടക്കുന്നത്? ഇവിടെ വായി നോക്കിയാ അതല്ലെന്ന്. ഇതിനകത്ത് സംഭവം എഴുതിയിട്ടുണ്ട്. ലെറ്ററാണ്, ലെറ്റർ. എന്ത് ലെറ്റർ? നോക്ക്, രാത്രി കാണാം. എന്നാ രാത്രി പോയി കാണുക, അല്ലെ പകൽ പോയി കാണുക. ഇത് അതല്ലെന്ന്, മറ്റേ കൊട്ടേഷൻ ടീം അയച്ചതായിരിക്കും. പിന്നെ കൊട്ടേഷൻ ടീമിന് പേപ്പർ പ്ലെയിൻ പറത്തിയല്ലേ വിടുന്ന പരിപാടിയല്ലേ? അതൊന്നും അല്ലേ അവര് അങ്ങനെ എന്തായാലും ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവർ ഫോൺ വിളിച്ച് പറയത്തല്ലേ ഉള്ളൂ. വിളിക്കാണ്ട് ഫോണിൽ ചാർജ് ഇല്ലെങ്കിലോ എന്നും പറഞ്ഞാൽ അവർ ഇത്രയും ഫ്രണ്ടിൽ കൊണ്ടുവന്ന് പ്ലെയിൻ എറിഞ്ഞിട്ട് പിന്നെ തിരിച്ചു പോകും. എന്തൊരു ചെയ്യാനുള്ള ചെയ്തിട്ടല്ലേ പോകത്തുള്ളൂ. എടാ അവര് മുറ്റത്ത് വന്നു, പക്ഷെ എന്തുകൊണ്ട് അകത്ത് കയറിയില്ല? മുറ്റത്ത് ഞാൻ നിൽക്കല്ലേ, പേടിച്ച് പോയി കാണും. അതിന് പകരമായിരിക്കും ഈ പ്ലെയിൻ വിട്ടത്. പറഞ്ഞു മനസ്സിലായ? അതാ നല്ല ഇടിയും മഴയും വരുന്നുണ്ട്. നല്ല കാറ്റും വരുന്നുണ്ട്. നല്ല കാറ്റുണ്ട്. അണ്ണൊന്ന് കരുതിയിരിക്കുന്നല്ല. ഞാൻ മാത്രല്ല, നീ കരുതണം. നീ കുടുംബക്കാരനാവാൻ പോയില്ലേ? എന്നാ ഞാൻ മേളിൽ പോയി കരുതാം. അപ്പൊ ഞാൻ ഇവിടെ നിന്ന് കരുതാം. എന്നാ താഴെ നിന്ന് കരുതാം. കരുതിക്കൊണ്ടിരിക്കണം. പോയിട്ടോ കരുതണേ. ആക്കിയതല്ലല്ലോടാ. ശരി. ധൈര്യമുള്ളവന്മാര് വരണ്ട. കാണാം, ഇന്ന് മുതൽ എന്റെ കരോട്ടെ പുറത്തെടുക്കാൻ പോവാണ്. എന്റെ കരോട്ടെ കാരണം നീയൊക്കെ ഇവിടെ നിന്ന് ഓടുമ്പോ നാട് മൊത്തം ഫേമസ് ആവും. കരോട്ടെ മുത്തു, മാസ്റ്റർ കരോട്ടെ മുത്തു. മരണം വാതിൽ നീ ഇതെപ്പറ്റി ഏട്ടത്തി വരും പറഞ്ഞിട്ട് വന്നില്ലേ? എടാ അവള് സ്കൂളിൽ മോളെയൊക്കെ കൊണ്ടാക്കിയിട്ടേ വീഴും. അത് മാത്രമല്ല എന്തോന്ന് രാഹുകാലം എന്നാ അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ടേ കയറണുള്ളൂ. ഞാൻ ഇടപെട്ടുകൊണ്ട് കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ടങ്ങ് നടന്നു. നീ ഇടപെട്ടോണ്ടൊന്നും അല്ല, ഞാൻ അല്ലാതെ തന്നെ അവളെ ഇങ്ങോട്ട് വിളിക്കാതിരിക്കായിരുന്നു. പിന്നെ ചെറിയ അടിയും പണക്കൊക്കെ ആയതുകൊണ്ട് താമസിച്ചു പോയി, അത്രേ ഉള്ളൂ. അല്ല എന്നാലും എന്റെ ഇടപെടലുകൊണ്ടേ സംഭവം ഫാസ്റ്റ് ആയില്ലേ? സമ്മതിച്ച്, നിനക്ക് തന്നെ ക്രെഡിറ്റ് ഇരിക്കട്ടെ. നീ ക്രെഡിറ്റ് ഒന്നും വേണ്ട, ഞാൻ പറഞ്ഞ കാര്യം എന്തായി? എന്തോന്ന് കാര്യം? എവിടെ പറഞ്ഞു പോയോ കുഞ്ഞുങ്ങളുടെ കാര്യം? എടാ അത് ഇന്നലെ നീ പറഞ്ഞല്ലേ ഉള്ളൂ, ഇന്ന് തന്നെ അത് നടത്തി തരാൻ പറ്റുമോ? നീ ഒന്ന് സാവകാശം എന്താ? ഇതിപ്പോ കാത്തിരുന്ന് മൂക്കി പല്ലുവരാറായി. എവിടെ? അല്ല മൂക്കില് പ്രശ്നമായിട്ട് ചുമ്മാ സീരിയസ് ആയിട്ട് കാര്യം പറയുമ്പോ അവിച്ച് കോമഡി അറിയില്ല കേട്ടോ. എടാ ഞാൻ കുഞ്ഞുമോക്ക് മെസ്സേജ് അയച്ചിരുന്നു, അവളും കുറച്ച് സാവകാശം വേണമെന്നാ പറഞ്ഞിട്ടുള്ളത്. ഇതിപ്പോ ഞാൻ വെയിറ്റിംഗ് ലിസ്റ്റിലാവുന്ന തോന്നുന്നു. എടാ ഒന്നും കാണാതെ കുഞ്ഞുമോളൊന്നും പറയൂല, അവളെ അച്ഛൻ്റെ അടുത്തൊക്കെ ഒന്ന് സംസാരിക്കട്ടെന്നാ പറഞ്ഞിരിക്കണേ. അല്ല ഞാൻ ഒരു കാര്യം കേട്ടെ, നീ കുഞ്ഞുമോളെ തന്നെ കെട്ടണമെന്നും പറഞ്ഞിരിക്കണേ എന്തിനാ? വളാകുമ്പോഴത്തേക്ക് ഫിനാൻഷ്യലി സെറ്റ് അല്ലേ, അപ്പൊ ഞങ്ങളുടെ ലൈഫ് സെറ്റ് അല്ലേ. ഓഹോ, അപ്പൊ പുളിങ്കൊമ്പ് നോക്കി പിടിക്കാനാണ് മോന്റെ പ്ലാൻ. പക്ഷേ മോ ഒരു കാര്യം മനസ്സിലാക്കണം, ആ പുളിങ്കൊമ്പിലെ നിറയെ നല്ല ഉറുമ്പുകളുണ്ട്, കടി കിട്ടാതെ സൂക്ഷിച്ച. ഉറുമ്പുണ്ടെങ്കിലും സാരമില്ല, കടി കിട്ടിയാൽ ഞാനങ്ങ് ശരിക്കും. നിന്റെ അടുത്ത് ആരും അധികാരം പിടിക്കാൻ പറഞ്ഞത്? പുളിങ്കൊമ്പാന്ന് പറഞ്ഞു ഐസ് വല്ലതും എടുത്ത് പോയി. അണ്ണ എത്ര പെട്ടെന്ന് തൊഴുതിറങ്ങിയ? അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച? എന്റെ എല്ലാ കാര്യങ്ങളും ഓൾറെഡി ദൈവത്തിന് അറിയാൻ ശ്രമിക്കും. എന്തുകൊണ്ട് ഒന്നും നടത്തി തരുന്നില്ലെന്നുള്ള ഒറ്റ ചിന്തയുള്ളൂ. ദൈവത്തിന് എല്ലാ കാര്യങ്ങളും അറിയാണ്ണ, പക്ഷെ നമുക്ക് വേണ്ടത് എന്താണെന്ന് നമ്മൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കണം, എന്നല്ലേ ദൈവം നടത്തി തരുള്ളൂ. എല്ലാം അറിയുന്ന ദൈവത്തിന് പിന്നെ അതുകൂടെ മനസ്സിലാക്കിക്കൂടെ? പിന്നെ എല്ലാ കാര്യങ്ങളും നടത്തുന്ന പിന്നെ നമുക്ക് എന്താണ് പണി? ഹലോ പ്രതീഷ് ബ്രോ, സുരഭി. മുടിയാ എന്താ ഇവിടെ നിൽക്കുന്ന? അമ്പലത്തിൽ പോകാൻ വേണ്ടി വന്നാണോ? അതെ. അല്ല ഇവിടെ നിന്നാ എങ്ങനെയാ ശരിയാവുന്നേ? അമ്പലത്തിൽ നിന്ന് ദേവി പ്രസാദമായിട്ട് ഇങ്ങോട്ട് വരുന്നു പറഞ്ഞോട്ടോ, അതോ അമ്പലം ഇങ്ങോട്ട് വരൂ? അയ്യോ
മുടിയ മുഖം പറയേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ ജസ്റ്റ് ഒരു ജോക്ക് പറഞ്ഞല്ലേ. നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ സംസാരിക്കാം കേട്ടോ. എനിക്കൊന്നും സംസാരിക്കില്ല. അല്ല, നിങ്ങൾ എപ്പോഴും ഫോണിൽ സംസാരിക്കുന്നവരല്ലേ സ്ഥിരമായിട്ട്? ഞാൻ വേണമെങ്കിൽ ആ പുഴയുടെ അവിടെ വല്ലതും ഇങ്ങനെ കാക്കയൊക്കെ നോക്കി നിൽക്കാം. എനിക്കൊന്നും സംസാരിക്കല്ല പ്രതീക്ഷ ബ്രോ, നിങ്ങൾ പൊക്കോ. സുരഭിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു, കുഴപ്പമില്ല. ഒന്നുമില്ല. ഇല്ല, എന്നാ പിന്നെ ഞങ്ങൾ നടന്നോട്ടെ. ഓക്കെ അല്ലേ? അതിന് ഓക്കെ അല്ലേ? ഓക്കെ. വാ. സുരഭി തട്ടി മര്യാദക്ക് നടക്കാൻ നോക്കാം, എവിടെയും തട്ടി വീണിട്ട് പിന്നെ അത് മതി. എന്റെ ലക്ഷ്മി ഇതിന് ഇവിടെ കയറി പാടിങ്ങോട്ടാ. നീ എന്തിനാ മടിച്ചിരിക്കുന്നതോ? നീ കയറി വരാന്. അയ്യോ, ലക്ഷ്മി കുഞ്ഞാ എപ്പോ വന്ന് ഇപ്പോഴും വന്നുള്ള അമ്മയോടെ? അയ്യോ, അമ്മോള് സ്കൂളിൽ പോയേക്കല്ലേ മുത്തു. അവള് വരാൻ നിൽക്കുമ്പോഴേക്കും ഞാൻ ലേറ്റ് ആയി പോകും. അവള് സ്കൂൾ വിട്ട് വരുമ്പോ ഇവിടെ ഇറങ്ങിക്കോളും. കുഞ്ഞ് വന്നപ്പോഴേ ഇവിടെ മൊത്തം ഒരു ഐശ്വര്യം, പ്രകാശം, ഇങ്ങനെ ഐശ്വര്യമുള്ള പ്രകാശം വരുന്നേക്കുന്നു. എടാ, അത് പിന്നെ അവൾ എന്റെ മോളല്ലേടാ. അല്ല, സുനിൽ ചേച്ചിയുടെ മുഖത്ത് ആ പ്രകാശമുള്ള ഐശ്വര്യം ഇല്ല, പക്ഷെ ലക്ഷ്മി കുഞ്ഞിന്റെ മുഖത്ത് ആ പ്രകാശമുള്ള ഐശ്വര്യമുണ്ട്. എന്റെ മുത്തു എന്നെ ഇങ്ങനെ പോഴത്തല്ലേ. ഞാൻ പോകട്ടും. മാറി നിൽക്കേ. എന്തിന്? മോൾ ഐശ്വര്യത്തോടെ കാലൊന്ന് വെച്ചേ. ഓ, ശുഭം, ശകുനം. കുഞ്ഞ് കാലെടുത്ത് വെച്ചതും ശംഖുനാഥം കേട്ടു. അയ്യോ, ശംഖുനാഥമല്ല, അത് ഏട്ടന്റെ കരച്ചിലല്ലേ? ആണോ? അതെ. ഇവിടെ നിൽക്കുന്നല്ലേ ഉള്ളൂ, മോലോട്ട് പോയില്ല. പിന്നെ എങ്ങനെ ഈ കുഞ്ഞിന്റെ എല്ലാം പറ്റിയെന്ന് പോയി നോക്കിട്ട് വരാനോ? ഓ ആ വന്നല്ലേ. എന്തുഞ്ഞേ, എന്തുപറ്റി? ചെറുതായിട്ടൊന്ന് ഷോക്ക് അടിച്ചതാ. അല്ല, ലക്ഷ്മി എപ്പോ എത്തി? ലക്ഷ്മി കുഞ്ഞ് വന്ന് കയറിയതും കുഞ്ഞിന് ഷോക്കേറ്റ് നിലവിളിച്ചതും ഒരുമിച്ചായിരുന്നു. ഇവന്റെ നാക്ക് ലൈസൻസ് ഒന്നുമില്ല, ഇവിടെ നാക്ക് പിടിച്ച് കെട്ടിയിടാൻ ആരുമില്ലേ. നീ പോയ ഗ്ലാസ് വെള്ളം കൊണ്ടെടുത്തോടാ. ഓ നല്ല വേദന ഉണ്ടോ ഏട്ടാ? ഇപ്പം കുഴപ്പമില്ല. ആണോ? ഞാൻ തിരുമ്പി തരാം. വേണ്ട, കുഴപ്പമില്ല. ആ, ഇനിയിപ്പൊ അത് സാരമില്ല മോനെ. മോള് വന്നില്ലേ, അവള് തിരുമ്പി തരുമെന്ന്. അയ്യോ, അതൊന്നും പറയണ്ട. ലക്ഷ്മി കുഞ്ഞ് കാലെടുത്ത് വെച്ചതും പശു കുഞ്ഞ് ഷോക്കേറ്റ് നിലവിളിച്ചതും ഒരുമിച്ചായിരുന്നു. ഷോക്ക് അടിച്ചാ? പിന്നെ എന്റെ മോനെ ആ മുത്ത് ചുമ്മാ പറയുന്നതാ. നിനക്ക് വേറെ പണിയൊന്നും ഇല്ലേടാ. അല്ല, ഏറ്റ ഷോക്കായിരുന്നു അടിച്ചത് ഇല്ലേ? അല്ല, ആമി മോള് അത് സ്കൂളിൽ പോയേക്കുന്നു, കുഞ്ഞു വന്നേ വരും. സുരഭി, ഇടത്തേക്ക് ചന്ദനം തൊട്ടു. വേണ്ട, അവള് കുളിച്ചിട്ടില്ല. എന്തോ അമ്മയെ പറയുന്നത്? ഞാൻ കുളിച്ചിട്ട് ഇറങ്ങിയത്. എന്നാ ഞാൻ തൊട്ട് വരാം. നീ കുടിച്ചോ മോനെ. നീ ആഗ്രഹിച്ചത് പോണക്ക് എന്റെ മോളെ ഞാൻ എങ്ങനെ കൊണ്ടുപോയാ അതുപോലെ കൊണ്ട് തിരിച്ചു വിട്ടിട്ടുണ്ട്. ഇനി സ്വന്തം കാര്യം നോക്കി ജീവിക്കാൻ നോക്ക്. അല്ല അത് കണ്ട് അനിയന്റെ ജീവിതത്തിൽ അനിയന്റെ ഭാര്യയുടെ ജീവിതത്തിലും കയറി ഇടപെടാതെ കണ്ട് സ്വന്തമായിട്ട് ജീവിച്ചാൽ നിനക്ക് കൊള്ളാം. ഡി വച്ചേ, ഞാൻ ഇറങ്ങുവാ കേട്ടോ. അമ്മ വേഗം പോയിക്കോ. അല്ല, ഇത്രയും സംസാരിച്ചല്ലേ, ഇനിയെങ്കിലും ഇത് കുടിച്ച് തീർത്തിട്ട് പോകാൻ നോക്കാം. പറഞ്ഞ് ശ്രദ്ധിച്ച് കുടിച്ചേക്കാം. ഇറങ്ങട്ടെ മോളെ, അമ്മ വരാവേ. അപ്പൊ എല്ലാരും ഒന്നിച്ച സ്ഥിതിക്ക് നമുക്ക് ഇന്ന് എന്താണ്, സദ്യ വേണോ അതോ ബിരിയാണി വേണോ? മുത്തുനി അടുക്കളയിൽ കയറണ്ട. എന്ത്? ഇനി ഈ സന്തോഷത്തിന്റെ ഭാഗമായിട്ട് ഇന്നത്തെ കുക്കിംഗ് എന്റെ വകയാ. ഓ, മഴ പെയ്യും. എന്നാ പിന്നെ ഞാൻ ഈ ബാഗ് ഒന്ന് കൊണ്ടുവച്ചിട്ട് വരാം കേട്ടോ സുരഭി. എന്തൊരു സന്തോഷം, പാവം. സുരഭി, അവര് പറഞ്ഞത് കേട്ട് മോള് കാര്യമായിട്ട് എടുക്കണ്ട. അതൊന്നും കുഴപ്പമില്ല അണ്ണാ, ഇത് ഇതിന്റെ അപ്പുറമൊക്കെ പറഞ്ഞിട്ടുള്ളതാ. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോ ഇതൊന്നും ഒന്നുമല്ല. ഏട്ടാ, ഏട്ടത്തി തിരിച്ചെത്തിയ സന്തോഷത്തിലേ നമുക്കൊന്ന് സെലിബ്രേറ്റ് ചെയ്താലോ? പൊളിക്കും. പറ്റും. എന്റെ ആവശ്യമുണ്ടാ? പിന്നെ സെലിബ്രേറ്റ് ചെയ്യണ്ടേ? ആവശ്യമില്ല. അവരായിട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം. ഓക്കെ, ഞാൻ പോയി അറേഞ്ച്മെന്റ്സ് ചെയ്യാം. ആ, അത് വേണോ?
അത് വേണം. അത് ഞങ്ങൾ നോക്കിക്കോളാം. ഓ ഇന്ന് ചേട്ടൻ അനിനും കൂടെ അടിച്ച് പൊളിക്കാനുള്ള പരിപാടിയാണ്. ഇന്ന് ലെറ്റർ വന്ന കാര്യം എനിക്കും മനുവിനും നിങ്ങൾക്കും ഇല്ലാതെ വേറെ ആർക്കും അറിഞ്ഞു. അത് ഇന്ന് ഇവരെടുത്ത് പറഞ്ഞു ഇവരുടെ സന്തോഷം കളയണ്ട. ഇന്നത്തെ രാത്രിയിലുള്ള പ്രൊട്ടക്ഷൻ എൻ്റെ വക. വാ. കരോട്ടെ പ്രാക്ടീസ് ആണ് കുഞ്ഞെ, കരോട്ടെ പ്രാക്ടീസ്. കരാട്ടെ ആയിരുന്നു. അതെ 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 അതെ. ഇതൊക്കെ എപ്പോ പഠിച്ചു? അയ്യോ അതൊക്കെ വേണ്ടി വന്നു കുഞ്ഞെ. സാഹചര്യങ്ങളാണല്ലോ മനുഷ്യനെ വഴിതെറ്റിക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ച എന്ന് പറഞ്ഞാൽ അടി എന്ന് പറഞ്ഞ അടിയുടെ പൂരമായി. ഇരുന്നാടി, എഴുന്നേറ്റാടി, കിടന്നാടി, മൊത്തത്തിലാടി. അടി കൊണ്ട് ഊപ്പോട് വന്നപ്പം ഞാൻ വിചാരിച്ചു ഇത് അങ്ങനെ കൊണ്ടാ പറ്റൂല, തിരിച്ചും കൊടുത്തേ പറ്റുള്ളൂ. അതിന്റെ ഫലമായിട്ടാണ് ഈ കരോട്ടെ പഠിച്ചത്. ഞാനിപ്പോ ആര് വന്നാലും അടിക്കും. ഇങ്ങനെ അറിയാമോ? അപ്പൊ 4 പേര് വന്നാലും എനിക്ക് വിഷയമല്ല, അടിച്ചപ്പെടും. പിന്നെ അപ്പൊ അടിച്ചിടും. അവര് വരുമ്പോ അടിച്ചിട്ടാ പോരെ. ഇങ്ങനെ കിടന്ന് ഇങ്ങനെയൊക്കെ കാണിക്കണേ ഇവിടെ. കുഞ്ഞിനോട് ആ സീക്രട്ട് പറയാൻ പറ്റില്ല, അതുകൊണ്ടാണ്. പക്ഷെ ഏത് സമയവും ഇത് സംഭവിക്കാം. അതിന് മുമ്പായിട്ട് ഞാനൊരു പ്രാക്ടീസാണ്. എനിക്കത് അതല്ല മുത്തു, പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ചെയ്തോ. പക്ഷെ ഇവിടെ ഭക്ഷണം ഉണ്ടാക്കണ്ടേ? ഒന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ, ആൾക്കാർക്ക് കഴിക്കണ്ടേ? അല്ല, ഭക്ഷണം ഉണ്ടാക്കുന്ന നേരത്തെ പറഞ്ഞായിരുന്നു. ഞാനോ? ഓ ഞാനങ്ങനെ പറഞ്ഞായിരുന്നല്ലേ. അതുകൊണ്ടാണ് ഞാൻ കരോട്ടെ പ്രാക്ടീസ് ചെയ്തത്. അല്ല അതെന്താന്നറിയോ മുത്തു, അവിടെ ഇങ്ങോട്ടേക്ക് കയറി വന്നപ്പോഴേ അവിടെ ചുറ്റും ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നില്ലേ, ലക്ഷ്മി വന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും. അപ്പൊ അവരുടെ മുന്നിലൊന്ന് വെറുതെ ആളാവാൻ വേണ്ടിട്ട് ഞാൻ പറഞ്ഞതാ ഉണ്ടാക്കാം. കൊല ചതിയായി പോയി കേട്ടാ. കുഞ്ഞു വന്നു കയറുമ്പോ എനിക്ക് ഫുൾ സപ്പോർട്ട് കിട്ടുമെന്നൊക്കെ വിചാരിച്ചാണ്. എന്റെ മുത്തു, ഞാൻ മുത്തുവിന് കട്ട സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടാവും. ഇപ്പൊ എന്തായാലും മുത്തു ഭക്ഷണം ഉണ്ടാക്കും. ഒരു കാര്യം അറിയോ? ഞാൻ ഈ വീട്ടിലേക്ക് സത്യം പറഞ്ഞാൽ കയറി വന്ന എന്തിനാന്നറിയോ? മുത്തു ഉണ്ടാക്കുന്ന രുചികരമായ ഫുഡൊക്കെ കഴിക്കാൻ. അപ്പൊ വേഗം ഉണ്ടാക്കേ. ഞാൻ പോയിട്ട് വരാം. ഉണ്ടാക്കിയിട്ട് ലക്ഷ്മി കുഞ്ഞേന്ന് നീട്ടി വിളിച്ചാ മതി. നീട്ടി വിളിക്കാം. കൊള്ളാം. ഒരാള് സ്നേഹം കൊണ്ടുള്ള ഭരണം, വേറൊരാൾ അധികാരം കൊണ്ടുള്ള ഭരണം. ഇതിന് പച്ചമലയാളത്തിൽ തേഞ്ഞു എന്ന് പറഞ്ഞാൽ തീരില്ല, തേഞ്ഞൊട്ടിന്ന് തന്നെ പറയാം, എന്നാലേ പൂർണ്ണമാവും. എന്തായാലും ആദ്യം കരോട്ടെ പ്രാക്ടീസ്. ഞാൻ ആഹാരം ഉണ്ടാക്കിയാലും തിന്നാനായിട്ട് ഇവർ വേണ്ടേ? ഇവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ കരോട്ടെ പ്രാക്ടീസ് ചെയ്യും. അതിനുശേഷം മതി ആഹാരം ഉണ്ടാക്കാം. ആദ്യം ആഹാരം ഉണ്ടാക്കാം, അതിനുശേഷം മതി കരോട്ടെ പ്രാക്ടീസ്. കഴിയാറായ മുത്തു? ഇപ്പൊ കഴിയും. പിന്നെ ഈ പടുക്കയ്ക്കുള്ള സാധനങ്ങളൊക്കെ ഏത് കടയിൽ നിന്ന് വാങ്ങിച്ചത്? പടുക്കെന്ന് പറഞ്ഞാൽ ഈ പൂജാ സാധനങ്ങളെ അതിന് പടുക്കെന്നാണ് പറയുന്നത്. ഓ അത് ശരി. എവിടെ നിന്ന് വാങ്ങിച്ചത്? അതെനിക്ക് അറിഞ്ഞൂടാ, ഞാൻ ചോദിച്ചില്ല. ഏട്ടനോട് എഴുതി കൊടുത്ത സാധനങ്ങളെല്ലാം വാങ്ങിയിട്ടില്ലേ? അല്ലേ? വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ ചന്ദന്റെ കടയിൽ നിന്ന് തന്നെ വാങ്ങിക്കുന്നു. ചന്ദന്റെ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടില്ല, അതാണ് ഞാൻ ചോദിക്കാൻ കാരണം. ചിലപ്പോ ആ കടയിൽ തന്നെ ആവും വാങ്ങിയത്. ചന്ദന്റെ കടയിൽ നിന്നല്ല. ചന്ദന്റെ കടയിൽ നിന്നുള്ള ഈ ഓറഞ്ച് ഇങ്ങനെയല്ല, ആപ്പിൾ ഇങ്ങനെയല്ല, മുന്തിരി ഇങ്ങനെയല്ല, പഴം ഇങ്ങനെയല്ല, കരിമ്പ് ഇങ്ങനെയല്ല, ഒന്നുമല്ല. എല്ലാം വ്യത്യാസമുണ്ട്, അതാണ് ഞാൻ ചോദിച്ചത്. ശരിയാ മുത്തു, ഇവിടത്തെ അടുക്കളയിലെ സാധനങ്ങളെല്ലാം അവിടെ നിന്നാണല്ലേ വാങ്ങാറ്. അല്ല, അത് പൂജാ സാധനങ്ങൾ അടുക്കള സാധനങ്ങളും വേറെ വേറെ അല്ലേ? അല്ല, എല്ലാം അവിടെ നിന്നല്ലേ വാങ്ങാറ്. അപ്പൊ കാര്യം മനസ്സിലായി, അവിടെ നിന്ന് കമ്മീഷൻ കാണും. അയ്യോ, ദൈവത്തിന് നിരക്കാത്ത പറയല്ലേ. പൂജാ കാര്യങ്ങളിൽ ഞാൻ ഒരിക്കലും കമ്മീഷൻ വാങ്ങിക്കാറില്ല. കുഞ്ഞിനറിയാമോ, ഈ പൂജാ കാര്യങ്ങളിലെ കമ്മീഷൻ പറ്റാൻ പാടില്ല, ദൈവകോപം കിട്ടും. പിന്നെ എന്തിനാ ചന്ദ്രൻ ചേട്ടന്റെ കടയിൽ നിന്ന് തന്നെ വാങ്ങണമായിരുന്നു എന്ന് പറഞ്ഞ? അതൊരു കാര്യമാണ്. ഈ ചന്ദനും ഞാനും കൂടെ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ഒരുമിച്ച് പഠിച്ചേ. 10ാം ക്ലാസ് വരെയാ മുത്തുവാ? അല്ല, 1ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെ. 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ. അത് ഇനി മാറ്റി പറയാൻ എൻ്റെ അടുത്ത് പറയരുത്. ഞങ്ങൾ അങ്ങനെയാണ് പഠിച്ചത്, മനസ്സിലായില്ലേ? എല്ലാവരും അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. ഞാനും ചന്ദനും ടീമൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് മുത്താനം കോവിൽ പൂജ ഇപ്പൊ സമയത്ത് ഇങ്ങനെ പുസ്തകം കൊണ്ടു അവിടെ വയ്ക്കും, പൂജ വയ്ക്കും.
അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് എല്ലാം സന്തോഷമാണ്. എന്താ അന്ന് വായിക്കേണ്ട എഴുതണ്ട അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലോ. അതിപ്പോ ഞാനും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അതെ തന്നെ. പക്ഷെ അന്ന് ഇങ്ങനെ കോവിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ പൂജ എടുപ്പിന്റെ അന്നല്ലേ എടുക്കുള്ളൂ. അതൊക്കെ എല്ലാ ദിവസവും രാവിലെ ചെന്ന് തൊഴാനും അതൊക്കെ ഒരു രസമായിരുന്നു. ഇങ്ങനെയല്ല പൂജ വെക്കേണ്ടത്. ബൊമ്മക്കുരു ഒക്കെ വെക്കണം. ബൊമ്മക്കുരു ഓരോ ദിവസം, അതായത് 9 ദിവസവും 9 പൂജ ചെയ്യണം. മനസ്സിലായ? ഇപ്പോഴെന്തോന്ന് പിന്നെ എല്ലാവരും വീടുകളിൽ തന്നെ വയ്ക്കും. അവർ തന്നെ പൂജ വയ്ക്കും. പിന്നെ അവർ തന്നെ പുസ്തകം വയ്ക്കും. അവർ തന്നെ പൂജ ചെയ്യും. അവർ തന്നെ പ്രസാദം ഉണ്ടാക്കും. അവർ തന്നെ അത് കഴിക്കുകയും ചെയ്യും. ഞാനിങ്ങനെയായിരുന്നു അറിയോ, എന്റെ വീടിന്റെ അടുത്തുള്ള അമ്പലമില്ലേ, അവിടെ കൊണ്ടുപോയി പൂജയ്ക്ക് വെക്കും. അത് ശരി. അവിടെ മുത്താനും പോലും ഉണ്ടായിരുന്നു. അത് ശരി ശരി. പക്ഷെ അതൊക്കെ രസമാണ് കേട്ടാ. അന്ന് ഇപ്പോഴില്ല മുന്നേ. ഇപ്പോഴത്തെ പിള്ളേരൊന്നും ആ എനർജി ഇല്ല. അതാണ് പ്രശ്നം. ആമിമോൾ അതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണേ. കാണിച്ചു കൊടുക്കും. പിന്നെ 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 ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എന്നെ പോലെ അറിവുള്ള ആൾക്കാർ തന്നെ വേണം, എങ്കിലേ പറ്റുള്ളൂ. ശരിയാ, ഒരുപാട് പ്രായമൊക്കെ ആയില്ല, അപ്പൊ എല്ലാ അറിവും ഉണ്ടാവും മുത്തൂന്. ആർക്കും? എനിക്കോ? പ്രായമൊന്നും അറിയായില്ല, അറിവാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായില്ലേ? അല്ല അങ്ങനെ നിൽക്കാതെ എന്നെ ഒന്ന് സഹായിക്കും കുഞ്ഞെ. പറഞ്ഞു. ഈ വിളക്കൊന്നും കഴുകിയില്ലേ മുത്തു? വിളക്ക് കഴുകി വെച്ചിരുന്ന തന്നെ ഇപ്പൊ ഇത്തിരി പൊടി വിട്ടിയെന്നേ ഉള്ളൂ. ഞാൻ തുടച്ചിട്ടുണ്ട് വൃത്തിയായിട്ട് കേട്ടാ. ഓരോന്നിലും തിരിയിടണം. എന്തായി ഒരുക്കങ്ങളൊക്കെ? ഇത് എവിടെ നിന്ന് വാങ്ങിച്ചത്? ഏത് പൂജാ സാധനങ്ങൾ എവിടെ നിന്ന് വാങ്ങിച്ചത്? അത് ഇവിടെ മുക്കിലുള്ള ഒരു കടയിൽ നിന്ന്. പഴനിയുടെ കടയിൽ നിന്ന്. അതൊന്നും പറയാ ചന്ദ്രൻ ആ ചേട്ടന്റെ കടയിൽ നിന്ന് തന്നെ വാങ്ങണായിരുന്നു. അത് ചന്ദ്രന്റെ കടയിൽ നിന്ന് മാത്രം വാങ്ങിക്കേ? അതങ്ങനെയല്ല. ഞാൻ ചോദിച്ചത് ഇപ്പൊ മുക്കിലുള്ള കടയിൽ നിന്ന് പറഞ്ഞാൽ പളനിയുടെ കടയില്ലെങ്കിൽ പിന്നെ മധുവിന്റെ കടയിൽ നിന്നാ? അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. മുക്കിലുള്ള ഒരു കടയിൽ നിന്ന് വാങ്ങിച്ചു. അത് ഏത് കടയിൽ നിന്ന് ചോദിച്ചു? എനിക്ക് ഇവിടെ ഉള്ള എല്ലാ പൂജാ സാധനങ്ങൾ വിൽക്കുന്ന കട എനിക്കറിയാം. അതുകൊണ്ടാണ് ചോദിച്ചത്. എല്ലാ കടയും അറിയാം. എല്ലാ കട അറിയാം. എന്നാ ഇത് പൂജാ സാധനങ്ങൾ വാങ്ങിക്കുന്ന കടയിൽ നിന്നല്ല വാങ്ങിച്ചത്. പിന്നെ ഫർണിച്ചർ കടയിൽ. അങ്ങോട്ട് ചോദിക്കാൻ നോക്കും മനുഷ്യ. എന്റെ മുത്തു സാധനങ്ങളൊക്കെ കിട്ടിയില്ലേ, ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചേ. നിങ്ങൾക്ക് ചന്ദ്രന്റെ കടയിൽ എന്തോ കമ്മീഷന്റെ കോളം. ഭർത്താവും പാഞ്ഞ് കണക്കിന് നിൽക്കുകയാണ്. ഞാനും പറഞ്ഞത് കമ്മീഷൻ. പൂജാ സാധനങ്ങൾ അങ്ങനെ കമ്മീഷൻ വാങ്ങിക്കാൻ പാടില്ല, അറിയാമോ? ലക്ഷ്മി, ആ പൂ എടുത്തത് ആമിയോടെ ആമയുടെ പോയി അവിടെ ഉണ്ടാവും നോക്കാം. ആമി കുഞ്ഞ് ഞാനൊരു കാര്യം ചെയ്യാം. സരസ്വതി നമോസ്തുതേ ശാരദേ വിദ്യാപ്രദേ സരസ്വതി നമോസ്തുതേ ശാരദേ വിദ്യാപ്രദേ സരസ്വതി നമോസ്തുതേ ശാരദേ വിദ്യാപ്രദേ സരസ്വതി നമോസ്തുതേ ശാരദേ വിദ്യാപ്രദേ സരസ്വതി നമോസ്തുതേ. എടാ സാധനം കിട്ടിയോ? പിന്നല്ല. അല്ല നീ അടിച്ചാ? ചേട്ടൻ ഇറങ്ങണം കേട്ടോ, ഞാൻ അടിക്കുന്നു. അടിക്കുന്നു. ഏട്ടാ ഏട്ടാ, കപ്പടി വെള്ളമാണല്ലോ ഏട്ടാ, എന്തിനാ ഇവിടെ വന്ന് നിക്കുന്നേ? അത് ഇവിടെ ഭയങ്കര എലിശല്യം. എലിയോ എവിടെ? ഇവിടെ ഉണ്ടായിരുന്നു, ഓട്ടിക്ക് വന്നതാ. എലിനെയൊക്കെ പിന്നെ നോക്കാം, എങ്ങോട്ട് വന്നേ, നമുക്ക് കഴിക്കാം, ഫുഡ് എടുത്ത് വെച്ചേക്കുന്നു. അത് നീ പോ, ഞാൻ വരാം. വന്ന പോരെങ്ങ് വാ. അത് വന്നേട്ടോ, നടന്നേ. വെറുതെ അവനെ എന്ത് കാര്യം നോക്കിയേക്കാനെങ്കിൽ വന്നേ, നടക്കുക. ഓ, ഒരുമിച്ച് കഴിച്ചൂടെ ഭക്ഷണം? വാ. എന്തോ കാണിക്കും നിങ്ങൾ കേറാൻ. എന്തോന്ന്? അന്നെന്താ ആടി ആടി വരുന്നത്?
സുരഭി, ഞാൻ അത്യാവശ്യം കഴിച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ ഫിറ്റൊന്നുമല്ല. അത് കഴിക്കാൻ മാത്രം ഇവിടെ എന്താ ഉണ്ടായത്? കഴിക്കാൻ മാത്രം അമ്മ വിളിച്ചല്ലോ. പിന്നെ 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 പറ. സുരഭിയുടെ അടുത്ത് ഒരു കാര്യം പറയണമെന്നുണ്ട്, പക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ ചീപ്പായി, അതുകൊണ്ട് വേണ്ട. പറ എന്താന്ന് വെച്ചാ പറ. പിന്നെ സുരഭി മുടിയനായിട്ട് അല്ലെ വേണ്ട, പോ. അല്ലെങ്കിൽ ഒന്നുമില്ല. എന്തോന്ന്? ഇതെന്തോന്ന് പാതി പറഞ്ഞിട്ട്? പ്രതീക്ഷണ്ണ പറ അങ്ങോട്ട്. എന്തോന്ന് മുടിയണ്ണിന്റെ കാര്യം? ഉറക്കം കളയാൻ വേണ്ടിയിട്ട്